ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയദശമി ആശംസകൾ ഞാൻ നേരെയാണ് കേട്ടോ. എൻ്റെ പിള്ളേരുടെ പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചത് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു, കണ്ടിരുന്നില്ലേ? അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനും കണ്ടതിനൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങായിരുന്നു. എടക്കുന്നി അമ്പലത്തിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5:12 മുതൽ 9:16 വരെയുള്ള സമയത്തിന് പുസ്തകം എടുത്ത് നമ്മൾ എന്തെങ്കിലും പാരായണം എഴുതി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം പോരാത്തിന് ഇന്ന് എൻ്റെ രണ്ടാമത്തെ മകളുടെ ഇരിക്കുന്നുണ്ടല്ലേ, അധിഷ്ഠലക്ഷ്മിയുടെ 8th ബർത്ത്ഡേ ആണ്. അപ്പം അവളെയും കൂടി അപ്പോൾ അമ്പലത്തേക്ക് കൊണ്ടുപോകണമല്ലോ, നമ്മൾ അമ്പലത്തേക്ക് കൊണ്ടുപോകാറില്ലേ. അപ്പോൾ വിജയദശമി അവളുടെ പിറന്നാളായപ്പോൾ ഒത്തിരി മധുരം കൂടി. പക്ഷേ ഞാൻ പിന്നാലെ പറയാം, കാരണം വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ട് വായിപ്പിച്ചു. എഴുതാനും നിന്നില്ല, കാരണം വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലേക്ക് പോകണ്ടേ, ഇത്തിരി ദൂരെയാണ്, എന്നാലും നടന്നു പോകുന്ന ദൂരമൊക്കെ ഉള്ളൂ, എങ്കിലും പിള്ളേരെ കൊണ്ട് പോകണ്ടേ. അപ്പം അങ്ങനെ ഞങ്ങളപ്പോൾ അമ്പലത്തിൽ പോയി. ഇതാണ് അമ്പലം കേട്ടോ. അമ്പലത്തിൻ്റെ അവിടുത്തെ ഫോട്ടോസൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു കുട്ടി അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്, റീലെടുക്കാനായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യപ്പില്ല. അപ്പോൾ ഞാനത് കാരണം കൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തിയതിന് ശേഷം പിള്ളേർ കളിക്കാനായിട്ട് പറഞ്ഞു പോയി. അമ്പലത്തിൽ തിരിച്ചെത്തിയതിന് ശേഷം എടുക്കാൻ. അപ്പം എനിക്കൊരു എടുക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സംഭവമായിട്ടുള്ള ഡങ്കിൻ്റെ ഒരു തമിഴ് സോങ് ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവരുടെ ഈ ആടേണ്ട ആട്ടം. അപ്പോൾ ഒരു വട്ടം വീണിട്ടുള്ളതാണ് ഇതുമെന്ന്. അപ്പോൾ മൂക്കും നെറ്റൊക്കെ പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് ഇതേപോലെ വീണ്ടും സ്പീഡിൽ അടികൊണ്ട് ഇരിക്കാനൊക്കെ കിട്ടി. അങ്ങനെ എന്താ പറയുക, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സ്നേഹത്തോടു കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ 3 Stars Miracles Vlog എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പം അവൾക്ക് ചോറായപ്പം ഫുഡൊക്കെ ആയതിനു ശേഷം ഇലക്കെ വെച്ച് ഫുഡൊക്കെ 5 തരം കറിയൊക്കെ ഉണ്ടാക്കി, പായസം വെച്ചു. അപ്പോൾ അതൊക്കെ കൊടുത്ത് അച്ഛനും മോളും അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇവരെ കൊണ്ട് ഒരേപോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് റീലെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മോണിക്കയുടെ പാട്ട് വെച്ചിട്ട് കളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ആൾ മാത്രമാണ് കളിക്കാത്തത്, പിന്നൊക്കെ എന്നാലും തരക്കേടില്ലാണ്ട് ആൾ കളിച്ചിട്ടാ സപ്പോർട്ട് ചെയ്യലോ അല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ വൈകുന്നേരത്തെ വിശേഷം ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മധുരം കൂടിയെന്ന് പറഞ്ഞാലും ഈ മധുരം ഇങ്ങനെ ആക്കാനാണ് സാധിച്ചുള്ളൂ. ഫണ്ടിൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും പണിക്കും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ചേട്ടനും അത്യാവശ്യത്തിന് പൈസ ഇല്ലാണ്ട് വന്നു, എൻ്റെ കയ്യിലും ഇല്ലാണ്ട് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത്. കാരണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ ഒരുവിധം നന്നായി ആഘോഷിക്കാൻ പറ്റി. അതിന് മുന്നത്തെ കൊല്ലത്തൊക്കെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ പറഞ്ഞാൽ ഇതുപോലെ പ്ലം കേക്ക് വാങ്ങി കട്ട് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ ബർത്ത്ഡേ മാത്രമാണ് എല്ലാവരും ചേച്ചിനും ചേട്ടനും പിള്ളേരിനൊക്കെ വിളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വിട്ടത്. ഈ പ്രാവശ്യത്തെ സെലിബ്രേഷന് ഞാൻ ആരും വിളിച്ചില്ല. നേരത്തെ പറഞ്ഞ ഫണ്ടിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ എന്താ പറയുക, ഇതായിരുന്നു മൂത്താളുടെ നല്ല ഭംഗിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ അവളുടെ ബർത്ത്ഡേയുടെ കേക്ക്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇനി വേറൊരു മധുരം കൂടി പറയാം. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് ഞാൻ ഈ കഴിഞ്ഞ വർഷം മോളുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെയാണ്, ആരുടെ അധിഷ്ഠലക്ഷ്മിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്നത്. ആ വീഡിയോ ആണ് അത്. അപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടോ ഇതിൽ വീഡിയോസൊക്കെ ഫുള്ളായിട്ട്. ഞാനിതിപ്പോൾ ഇത്തിരി സ്പീഡിലും പിന്നെ ടൈമൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കണേ. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം കുറേ വല്ലാണ്ട് ദീർഘമായി പോകുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാണ് വീഡിയോസ്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്.